സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലെ ജൂൺ മാസത്തിലെ തീമാണ് നോക്കണത്. തീം ഓഫ് ദ മന്ത് ജൂൺ മാസം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എന്താണ്? ദ ഹൈ പ്രീസ്റ്റസ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ മഹാപുരോഹിത, ഹൈലി ഇൻഡ്യൂട്ടീവാണ്, സ്പിരിച്വൽ അവൈക്കനിങ്, ഹൈലി ഇൻഡ്യൂട്ടീവ്. അതായത് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ലുക്ക് ഇൻവേർഡ്, ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് നിങ്ങളെ ആൻസർ കണ്ടുപിടിക്കുക. സീക്രസിയുടെ കാർഡാണ്, അതായത് പുറത്തേക്ക് വെളിപ്പെടുത്താനാവാത്ത രഹസ്യങ്ങളുള്ള ഒരു കാർഡും കൂടിയാണ് ദ ഹൈ പ്രീസ്റ്റസ്. അടുത്ത കാർഡ് എന്താണ്? ഹെൽത്തിൻ്റെ കാർഡ്. 7 of Wands ആണ്. 7 of Wands ഹെൽത്തിൽ വന്നേക്കണത്. അപ്പോൾ എന്താണ്? സ്ട്രഗിളിംഗ് ആണ്. ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ യഥാസമയം നമ്മൾ ഡോക്ടറെ കാണുക, മരുന്നുകൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുക. മെൻ്റലായിട്ടുള്ള ടെൻഷനും പ്രഷറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, പ്രാർത്ഥന, യോഗ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ പോവുക എന്നുള്ളതാണ്. അടുത്ത കാർഡ് കരിയർ എന്താണ്? ക്യൂൻ ഓഫ് കപ്സ്. കപ്പുള്ള രാജ്ഞി പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൗൺസിലറാണ് വന്നിരിക്കുന്നത്. കൗൺസിലിംഗ് ആണ്. അവർ ചിലപ്പോൾ ഒരു രോഗശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, കൗൺസിലറാണ്, ഹൈലി ഇൻഡ്യൂട്ടീവാണ്, കമ്പാഷനേറ്റാണ്, കൈൻഡാണ്, നർച്ചറിങ് ആണ്. അപ്പോൾ കരിയർ വൈസ് പോസിറ്റീവാണ്. അടുത്ത കാർഡ് എന്താണ്? ഫിനാൻസ്. ഫിനാൻസ് എന്നാണ് മേജർ ആർക്കാന കാർഡാണ്. ദ ചാരിയറ്റ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിൻ്റെ കാർഡാണ്, വിൽ പവറിൻ്റെ കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്. ദിശാബോധത്തിൻ്റെ ശരിയായ ദിശാബോധത്തോടു കൂടി തൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ഒറ്റയ്ക്കാണ് രഥം നയിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടുകൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻസിൽ സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് എന്താണ്? റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൽ എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പുകളിലെ യോദ്ധാവ്, അതായത് ഒരു കുതിരപ്പുറത്ത് ഒരു കപ്പിൽ ജലമായിട്ട് പതിയെ വരുന്ന ഒരാളെയാണ് കാണുക. അതിപ്പോൾ ഒരു ലവർ എന്നൊക്കെ പറയാം. യൂത്തിനാണെങ്കിൽ ഇത് ലവറായിട്ട് കണക്കാക്കാം, ലവർ വരുന്നു എന്ന് പറയാം. അതല്ലാതെ സാധാരണ മറ്റുള്ളവരുടെ ലൈഫിലാണെങ്കിൽ ഒരു കൈൻഡായിട്ടുള്ള, ഒരു കമ്പാഷനായിട്ടും കൈൻഡായിട്ടും സൗമ്യതയോടെയും വെല്ലുവിളികളെ നേരിടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അതായത് റിലേഷനിൽ ഒരു സൗമ്യമായ, കൈൻഡായിട്ടുള്ള, കമ്പാഷനേറ്റായിട്ടുള്ള വെല്ലുവിളികളെ സൗമ്യതയോടുകൂടി തൻ്റെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് എന്നുള്ള കാർഡ് പറയുന്നത്. യൂത്തിനൊക്കെ ആണെങ്കിൽ ഒരു ലവർ വരണു എന്നുള്ള അർത്ഥം കൂടി അതിലുണ്ട്. അപ്പോൾ ഇതാണ് ജൂൺ മാസത്തിലെ ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.